പരിശുദ്ധ മറിയം സ്വർഗാരോപിതയും. വിശുദ്ധ ബൈബിളിൽ എവിടെ പറയുന്നു പരിശുദ്ധ മറിയം സ്വർഗാരോപണം ചെയ്തെന്ന്? സ്വർഗാരോപണം എന്ന വിശ്വാസ സത്യത്തിന് വിശുദ്ധ ബൈബിളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നൊക്കെ പറയുന്നവർ കാണാതെ പോകുന്ന ഇടങ്ങളിലേക്ക് ഒരു സഞ്ചാരം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആദത്തിലെല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താങ്കളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദിഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവനും. പിതാവായ ദൈവം ഗബ്രിയേൽ ദൂതനിലൂടെ കൃപ നിറഞ്ഞവളെ എന്ന് സംബോധന ചെയ്ത് ദൈവകുമാരന് മാതാവായി തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യാമറിയം ക്രിസ്തുവിനുള്ളവരിൽ പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ? ഇനി യുഗാന്ത്യത്തിന് മുൻപ് സ്വർഗാരോപണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 52-53 തിരുവചനങ്ങളിൽ പറയുന്നു: നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരം ഉയർപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ വിശുദ്ധ വേദ പുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം: ഹേനോക്ക് ദൈവത്തിന്റെ പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഏലിയ പ്രവാചകനെ കുറിച്ച് പറയുന്നു: അവർ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അതാ ഒരു അഗ്നിരഥവും അഗ്നിയ അശ്വങ്ങളും അവരെ വേർപ്പെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഹേനോക്കും ഏലിയ പ്രവാചകനുമൊക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിൽ അനാദിയിലെ ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീകളിൽ അനുഗ്രഹീതയായ തലമുറകൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന ഏലിസബ പുണ്യവതി പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞ കർത്താവിന്റെ അമ്മയെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് സങ്കോചം? തിരുവചനം ആദരിച്ചവളെ താൻ ആദരിക്കുന്നത് തിരുവചന ലംഘനമാകുമെങ്കിൽ ഉത്തരത്തിൽ തനിക്ക് ഇടം നൽകി ലോകരക്ഷകനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ ഇടം നൽകി ആദരിച്ചു എന്ന് പറയുന്നതിന് അർത്ഥശങ്ക വേണ്ട. 1946 മെയ് 1-ാം തീയതി സ്വർഗാരോപണ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആഗോള സഭയിലെ എല്ലാ മെത്രാന്മാരുടെ അഭിപ്രായം അന്വേഷിച്ചുകൊണ്ട് 12-ാം പീയൂസ് മാർപ്പാപ്പ ദേവമാതാവും കന്യകയും എന്ന ചാത്രിക ലേഖനം അയച്ചു. തുടർന്നുള്ള ആഴമേറിയ പ്രാർത്ഥനകളുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 1950 നവംബർ 1-ാം തീയതി 12-ാം പീയൂസ് മാർപ്പാപ്പ കാരുണ്യ ദൈവം എന്ന ചാക്രികയിലൂടെ പരിശുദ്ധ കന്യാമറിയാമിന്റെ സ്വർഗാരോപണ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു: അമ്മയെ മോർത്തപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണത്തിനായി തിരുസഭ ഒരുമിച്ചൊരുങ്ങുന്ന ഈ നാളുകളിൽ അമ്മയുടെ ചാരത്തിരുന്ന് യേശുവിലേക്ക് കണ്ണുകൾ നിർത്താം.